ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അല്ലാത്ത പ്രവാസികളുടെ ഇടയിൽ ഞാൻ ഷീലയാണ്. ഞാനും എൻ്റെ കുടുംബവും ഒരു 35 കൊല്ലം ബഹ്റൈനിലുണ്ടായിരുന്നു. 2017 ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ സെറ്റിലായി. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയപ്പോൾ കുറേ കാര്യങ്ങൾ, പിന്നെ കോവിഡ് വന്നു. ആ സമയം കഴിഞ്ഞ് ഇവിടെ കുറേ കാര്യങ്ങൾ, അനുഭവങ്ങൾ ഞാൻ നേരിടേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പ്രവാസികളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ പ്രവാസികളും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനൊരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ചിലരെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ പ്രവാസികളെന്ന് പറയുമ്പം എല്ലാവരും നാട്ടിൽ വരുന്ന സെറ്റിൽ ഡൗൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലായിരിക്കാം. പക്ഷെ ഞാൻ ഗൾഫിൽ എൻ്റെ ഹസ്ബൻഡിനെ ജോയിൻ ചെയ്യുന്നത് 85-കളിലാണ്, 1985. അപ്പോൾ ആ സമയങ്ങളിലൊന്നും അന്ന് ഗൾഫിലൊന്നും ഫ്ലാറ്റും വില്ലയൊന്നും നമുക്ക് മേടിച്ച് പിന്നെ താമസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു ഡെവലപ്ഡ് അല്ലായിരുന്നു അത്രയും. പക്ഷേ ഇപ്പോൾ അത് വളരെ ഡെവലപ്ഡായി. കുറച്ച് പേര് അവിടെ തന്നെ സ്ഥിരതാമസം, കുറച്ച് പേര് UK USA പോയി. അവിടെ എന്തുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്? കാര്യം അവർക്ക് ലൈഫ് ടൈം ബെനിഫിറ്റ് ഉണ്ട്. അവർ വയസ്സാവുമ്പോൾ കെയർ ചെയ്യാൻ ഗവൺമെൻറ് പൈസ കൊടുക്കുന്ന മെഡിക്കൽ കെയർ ഉണ്ട്. ഇവിടെ നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു നേട്ടങ്ങളുമില്ല. അത് പ്രവാസികൾ അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ ഈ പ്രവാസികളെന്ന് പറയുമ്പോൾ നമ്മളുടെ പണം നമ്മൾ ഇഷ്ടം പോലെ നാട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലേ? അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ ഞാൻ പറയാം, നമ്മളുടെ പണം എങ്ങനെയാണ് ഇവർക്ക് ഉപകാരപ്പെടണമെന്നുള്ളത്. കാര്യം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഗൾഫുകാരുടെ പണമാണ് ഒരു പരിധിവരെ കേരളത്തിന് സഹായകരമാകുന്നത്. അപ്പോൾ ആ കേരളത്തിലെ പ്രവാസികൾക്ക് എന്താണ് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങളാണ് എനിക്ക്. ഇപ്പം നാളെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരും. അപ്പം ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള ആൾക്കാർ ദേ ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ദേ ഹാവ് ടു ഹെൽപ്പ് ദ പീപ്പിൾ. അതായത് ജനങ്ങൾക്ക് വേണ്ടി അവരിപ്പം നോർക്ക എന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ നോർക്കയിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വരും എപ്പിസോഡുകളിൽ പ്രവാസികളെ അറിയിക്കുന്നതാണ്. അതായത് ഇവിടെ വന്ന് സ്ഥിര താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കണം. അപ്പം ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള ആൾക്കാർ, പ്രവാസികൾ, ഇപ്പം ഫോറം ഉണ്ടെന്ന് പറയുന്നു, അതിലൊക്കെ ഉള്ള ആൾക്കാർ ശരിക്കും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഒന്ന്, പ്രവാസികൾ, സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള പ്രവാസികൾക്ക് നിങ്ങളൊരു പെൻഷൻ കൊടുക്കണം. 2, മെഡിക്കൽ കെയർ. അവർക്ക് ടെർമിനൽ ഇൽനെസ്സോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അവർക്ക്, കാര്യം 10-40 കൊല്ലം പുറത്തിരുന്ന ആൾക്കാരാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് നിങ്ങൾ വിധവാ പെൻഷൻ കൊടുക്കുന്ന, തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്ന, അപ്പോൾ ഇവിടെയൊന്നും ഒരു ബെനിഫിറ്റ്സും ഇല്ലാത്ത ജനങ്ങളാണ് പുറത്ത് പോയി ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇവിടെ വരുമ്പം നോർക്ക അത് വളരെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാസികൾക്ക് അങ്ങനെ നിങ്ങൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. 2, പ്രവാസികളോട് ഞാൻ പറയുന്നത് വളരെ പ്രയോറിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കൊരു റെഗുലർ ഇൻകം നാട്ടിൽ വന്നാൽ എല്ലാ പ്രവാസികൾക്കും ഒരു റെഗുലർ ഇൻകം വളരെ അത്യാവശ്യമാണ്. ഒരു സ്ഥിര വരുമാനം നമ്മൾ മരിക്കുന്നിടം വരെ നമ്മൾക്ക് കിട്ടിയിരിക്കണം, അല്ലേ? ആ ഒരു കിട്ടാനായിട്ട് എന്താണ് ഒരു മാർഗം? ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഓൾറെഡി അവർ ഫൈനാൻഷ്യൽ ബാക്കപ്പ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. മീൻസ് ലൈക്ക് പോളിസീസൊക്കെ എടുത്ത് റെഗുലർ ഇൻകം കിട്ടുന്ന പോളിസീസൊക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അല്ലാത്തവർക്ക് അവയർനെസ് ആയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ വരുന്ന അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏതെങ്കിലും പെൻഷൻ സ്കീംസിൽ ചേരണം. കാര്യം അതാണ് ഏറ്റവും ഉചിതം. നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് വേറെ വരുമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരു പെൻഷൻ സ്കീമിൽ ചേർന്ന് നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ അതോടൊപ്പം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ ഉള്ള കാലം അത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല. അതിനൊരു ഫിക്സ് ടേം ഉണ്ട്. 10 കൊല്ലോ 15 കൊല്ലോ നിങ്ങളെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞ് ഇത് ചളവാക്കും. അപ്പം ആൾക്കാർക്കും അത് ബോറാവും. അപ്പം ഒന്ന്, എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രവാസികൾക്ക് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പെൻഷൻ, പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇതുവരെ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നോർക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാ പ്രവാസികളും നാട്ടിൽ ജീവിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കണം. ഇവിടെ വന്ന് നമുക്കിപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഞാൻ സ്യൂറിക് എന്ന് പറയുന്ന ഇറ്റ്സ് എ ബിഗ് ഓർഗനൈസേഷൻ ആൻഡ് സാലറീസ് ആർ വെൽ പെയ്ഡ്. ഞാൻ അവിടെ 25 കൊല്ലം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്.
അപ്പോൾ അതെൻ്റെ ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ അവിടെ ജോലിയിലിരിക്കുമ്പം ഞാൻ ഇവിടെ വന്ന് ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെയുള്ള സ്കീമിൽ എന്തെങ്കിലും ചേരണമായിരുന്നു. പക്ഷെ അന്ന് വളരെ മടത്തനമായിപ്പോയി. നൗ ഐ റിഗ്രറ്റ്. കാര്യം അന്ന് ഞാൻ എൻ്റെ ശമ്പളത്തിനൊപ്പം അങ്ങനെ ഒരു പ്ലാൻ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ശമ്പളത്തിൻ്റെ അതേപോലത്തെ ഒരു തുക എനിക്ക് ഇവിടെ ഇരുന്ന് വാങ്ങിക്കാമായിരുന്നു. പക്ഷേങ്കിൽ അത് ശാശ്വതമല്ല, ഇനി അത് നടക്കുന്നതല്ല. ബിക്കോസ് ഓഫ് മൈ ഏജ്, 2 ബിക്കോസ് ഓഫ് മൈ അഫോർഡബിലിറ്റി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചിന്തിച്ചത് അവിടെ ഇരിക്കുമ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് വളരെ അബദ്ധമാണ്. ഞാനിങ്ങനെ വിചാരിക്കും, പൈസയൊക്കെ ബാങ്കിൽ കിടക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ FD ഇട്ടിട്ട് പലിശ എടുത്ത് ജീവിക്കാം. അത് വളരെ മണ്ടത്തരമാണ് കേട്ടോ. പലിശ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ഡൗൺ. അത്ര ഈ നാഷണൽ ബാങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ പലിശ. പ്രൈവറ്റ് ബാങ്ക്സിലാണെങ്കിലും 8, 9, 9.5, അതും സീനിയർ സിറ്റിസന്. അതും നമുക്കിപ്പോൾ അതും പിന്നെ എന്താ പറയുക, ശാശ്വതമല്ല. കാര്യം എന്താണെന്ന് പറയുക, കേരള ബാങ്കിൽ നമുക്ക് ഇട്ട ആൾക്കാർക്ക് അത് പണം പോലും തിരിച്ച് കിട്ടുന്നില്ല. പണവും കിട്ടുന്നില്ല, പലിശയും കിട്ടുന്നില്ല. അപ്പോൾ എനിക്കിതുവരെ ദൈവം സഹായിച്ച് ടച്ചോടൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കും എൻ്റെ ഹസ്ബൻഡിന്. പക്ഷേ സ്റ്റിൽ നമുക്ക് വി ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ അല്ലേ. അന്ന് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ എന്താ പറയുക ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളത് ബുദ്ധിമുട്ടിപ്പോകും. പക്ഷെ അതൊക്കെ വളരെ റിസ്ക്കാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതൊരു പ്രവാസിയും അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്ലീസ് ഗെറ്റ് ഇൻ ടു എന്താ പറയുക പെൻഷൻ സ്കീം പ്ലാൻ which will give you lifetime benefit money for living after coming, even after retiring, which is very very important. മറ്റുള്ള ഒരു വരുമാനം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് യു ഓൾ ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഞാനിപ്പോൾ ഈ പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞു. ഈ പെൻഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് LICയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ ബാങ്കുകളിലും ഈ പദ്ധതികളുണ്ട്. പിന്നെ നോർക്കയ്ക്കും ഈ പദ്ധതികളുണ്ട്. കാര്യം ഞാൻ ഈ 2017 ഞങ്ങൾ ഈ കോവിഡ് ഇവിടെ വന്നതിന് ശേഷം, ഈ കോവിഡിന് ശേഷം എനിക്കറിയില്ല, ഞാൻ പേപ്പറിലും പത്രത്തിലും TV-യിലൊക്കെ കണ്ടായിരുന്നു ഈ പ്രവാസികളുടെ കുടുംബം, ഒരു 3-4 കുടുംബങ്ങൾ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തുടർച്ചയല്ല, ഘട്ടങ്ങളിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പ്രവാസികളായിരുന്നു, അവരിവിടെ വന്ന് അവർക്ക് പൈസ ഇല്ല, അവർ കടം വാങ്ങിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നെ കോവിഡായി, പിന്നെ അവർക്ക് കടക്കാർ വന്നു. അപ്പോൾ അവർക്ക് അങ്ങനെയെല്ലാം കുറേ എന്താ പറയുക പ്രശ്നങ്ങളായിരുന്നു. അതുപോലെ അങ്ങനെ കുറച്ചും പിന്നെ കാര്യങ്ങൾ ഞാൻ കാണുകയുണ്ടായി. അപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇവർക്കൊരു മിനിമം ബേസിക് പൈസ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർ ജീവിച്ചു പോയേ. ഈ കുട്ടികളെയും കൂടി അവർ ബലിയാടുകളാക്കി അവരെയും കൂടെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യുക, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകും. അവർ പ്രവാസികളായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, 3-4 ഫാമിലീസിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് കേൾക്കുകയുണ്ടായി. ഇത് എപ്പോഴല്ല, കാര്യം അന്നേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബൊക്കെ ഇടാൻ എനിക്ക് ബുദ്ധി പോരാ, എനിക്കറിയില്ല, അതൊക്കെ പഠിച്ചെടുക്കണ്ടേ. അത് പഠിച്ചെടുക്കാനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എൻ്റെ ഈ കുക്കിംഗ് എല്ലാം ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, എല്ലാമായെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു പരിധി വരെ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊന്നിപ്പോൾ വീഡിയോയിൽ ഇടുന്നെങ്കിലും എനിക്ക് ഇടാൻ പറ്റിയത് അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പെൻഷൻ സ്കീം എന്ന് പറയുന്നത് ഈ നോർക്ക എന്ന് പറയുന്നത് ഇത് എപ്പോൾ എക്സിസ്റ്റൻസിൽ വന്നു, ഇത് അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട്, ആൾക്കാരുണ്ട്. ഞാൻ ചോദിച്ചു, നമ്മൾ പ്രവാസികൾക്ക് നിങ്ങൾ എന്തെങ്കിലും പെൻഷൻ കൊടുക്കുമോ? അങ്ങനെയൊന്നും കൊടുക്കത്തില്ല, നിങ്ങൾ കാശ് തന്നാൽ കാശ് അങ്ങോട്ട് കിട്ടും. ഇത് ആർക്കറിയാം? പ്രവാസികൾക്ക് വല്ലവർക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അവയർനെസ് ഉണ്ട്? എന്താണ് നോർക്കാക്കാർ ചെയ്യുന്നത് ടു ബ്രിങ് അവയർനെസ് ടു ദ പീപ്പിൾ? വാട്ട് പ്രോഡക്ട്സ് ആർ ദേ പ്രൊമോട്ടിങ്? ഇതൊന്നും പ്രവാസികൾക്ക് അറിയില്ല. ആൻഡ് വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ഷുഡ് പ്രൊമോട്ട്, ദേ ഷുഡ് എന്താ പറയുക, ദേ ഷുഡ് ഗിവ് അവയർനെസ് ടു ദ പീപ്പിൾ. പരിമിത ലക്ഷക്കണക്കിന് ജനങ്ങളാണ് മലയാളികളുള്ളത്. അപ്പോൾ അവരെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അവരെല്ലാവരും എന്താ പറയുക, ഒത്തൊരുമയായിട്ട് അവരുടെ കാശാണ് ഈ ബാങ്കുകളിൽ വന്ന് വീഴുന്നത്. എല്ലാവരുടെയും കാശ്, പ്രവാസികളുടെ കാശാണ്.
അപ്പം നമ്മളെ കേരളം, ഞാൻ വീണ്ടും പറയാണ്, കേരളത്തിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഗൾഫുകാരുടെ പണമാണല്ലേ. അപ്പോൾ അവരൊന്ന് യു ഹാവ് ടു ടേക്ക് കെയർ നോർക്കാക്കാർ. അപ്പം എന്തെങ്കിലും ഒരു അവയർനെസ് കൊടുക്കണം. അല്ലെങ്കിൽ എയർപോർട്ടിലൊരു ഫ്ലെക്സ് ബോർഡ് യു കീപ് സേയിങ് ഇങ്ങനെ പെൻഷൻ പ്ലാൻ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക്, പിന്നെ വാട്ട് ആർ ദേ പ്രൊമോട്ടിങ് ഐ ഡോണ്ട് നോ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം അവർ ഈ നോർക്കാക്കാരനോട് പറഞ്ഞു, കാശ് തന്നാൽ നിങ്ങൾക്ക് മാഡം പെൻഷൻ കിട്ടും. അതല്ല, ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീത്ത പറഞ്ഞു, എന്തിനാണ് ഇവിടെയൊക്കെ കയറിയത്. ഞാൻ നോക്കാമല്ലോ. ഒന്ന് ചിന്തിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളെ ബാച്ചിലേഴ്സ് ഒരുപാട് പേര് ഗൾഫിലുണ്ട്, അവരുടെ കുടുംബമൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് അവർ അയച്ചു തരുന്ന കാശെന്ന് എനിക്ക് പറയാനുള്ളത്, കുറച്ച് കാശെങ്കിലും മിച്ചം പിടിച്ച് ഇങ്ങനെയുള്ള പൈസ അടയ്ക്കാൻ നോക്കണം. അത് അവർ ഒരു പ്രായം കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് ജീവിക്കാനൊരു നിങ്ങൾക്കൊരു മാർഗ്ഗമോ, അതാണ് എനിക്ക് അവരോടും കൂടെ പറയാനുള്ളത്. നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളാണ് അതിനെ എന്താ പറയുക നിയന്ത്രിക്കുന്നത്, അല്ലേ. നമുക്കൊരു 1000 രൂപ കൊടുത്തൊരു നെയ്മീനും വാങ്ങിക്കാം, 100 രൂപ കൊടുത്തൊരു നൊത്തോലി മീനും വാങ്ങിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ യുക്തി പോലെ ഇരിക്കും. പൈസ ഉണ്ടാക്കുന്ന ഉള്ളതുപോലെ ചെയ്യണം, അല്ലാതെ ഇല്ലെങ്കിൽ അതുപോലെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം, അല്ല. എന്നും നമുക്ക് ലക്ഷറി ആയിട്ട് ഞാൻ ഗൾഫിൽ വന്നപ്പോൾ ഞാൻ 30 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആദ്യത്തെ 5 വർഷം എൻ്റെ കഷ്ടപ്പാടായിരുന്നു. ഞാനത് അങ്ങനെ ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഹസ്ബൻഡിന് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്കതെല്ലാം സഹിക്കേണ്ടി വന്നു. എന്താ വീട്ടിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അതെല്ലാം ഞാൻ സഹിച്ചു. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ഒരു കൃപയോണ്ട് ഞാൻ അതിലെല്ലാം ഓവർകം ചെയ്താണ് ദൈവം എനിക്കൊരു ജോലി കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ കൃപയിൽ. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ശരിക്കും ചിന്തിച്ച് പ്രവർത്തിക്കണം, എങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കണ്ട എന്നാണ് ഞാൻ പറയാനുള്ളത്. ഒരുപാട് നൂലാമാലകളുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നമ്മൾ വീടൊക്കെ വെക്കുന്നത്, പണ്ട് ഒരു സമയം നമ്മൾ എന്താ പറയുക, അവിടെ ഇരിക്കുന്ന കാലത്ത് 2008-ലോ 2007-ലോ ആണ് നമ്മൾ ഈ വീടൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് അന്നൊരു ഡ്രീമാണ്, എൻ്റെ സഹോദരങ്ങളൊക്കെ വെക്കുന്ന പോലെ എനിക്കും വെക്കണം എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അല്ലാതെ എനിക്ക് ഒരുപാട് കെട്ടിപ്പൊക്കണമെന്നൊന്നുമല്ല. ഞാൻ അവരൊപ്പം നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം എനിക്ക് അതും എൻ്റെ ഒരു ഡ്രീം ഹൗസ് പോലെയാണ് ഞാൻ അത് പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. അതിന് അവർ വന്ന് അപ്പോൾ ഒരു ടാക്സൊക്കെ അടിച്ചിട്ട് പോയി. ആ ഒരു ലക്ഷറി ടാക്സ് എന്നൊക്കെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അടിച്ചു പോയി. അതിന് ശേഷം നമ്മൾ ടാക്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. പിന്നെയും ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം 3 കൊല്ലം മുമ്പ് വീണ്ടും ഒരു ടാക്സ് കൂട്ടിയെന്നും പറഞ്ഞ് അയക്കുന്നു ഒരു ലെറ്റർ വന്ന്. അപ്പം ഞാൻ ഇതിൻ്റെ അധികാരികളോട് ചോദിച്ചു, ഞാൻ വീട് ഇനി ഇടിച്ച് പൊടിച്ചിട്ട് റൂമൊക്കെ നിരത്താം, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ടാക്സ് കൂട്ടിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഞങ്ങളിനി എവിടെ പോകും ഈ പൈസ ടാക്സ് തരാനായിട്ട്? തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പരിമിതി നമ്മൾക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്നും അത് നിങ്ങളുടെ മക്കളൊക്കെ അവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, അത് മക്കളെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും അവരോടൊക്കെ. അപ്പം എല്ലാം അതൊരു റീസണബിൾ അല്ല, അതൊരു ജെന്യുവൻ റീസൺ അല്ല ഇവർ ഈ ടാക്സ് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് ഒരിക്കൽ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് വന്ന് അത് അവർ അസസ്മെൻറ്റ് നടത്തി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പം അങ്ങനെ ഒരുപാട് നൂലാമാലകൾ നമ്മൾ നാട്ടിൽ വന്ന് ഇതുപോലെ പിന്നെ വി ഹവ് ഗോൺ ത്രൂ. അപ്പോൾ എനിക്ക് അതെല്ലാം നിങ്ങളോട് പറയണം. പക്ഷേ ഉള്ള ഒരു വിഷയങ്ങൾ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഓൺ ബോർഡ് ആൻഡ് ഡൂ സം തിങ്സ് ഫോർ ദ പീപ്പിൾ. അതാണ്, അല്ലാതെ നമുക്കിത് വേറെ ഒരു നേട്ടത്തിനും വേണ്ടിയിട്ടല്ല. പാവങ്ങൾ കഷ്ടപ്പെടരുത്, അവർക്ക് ഒരു ജെന്യുവൻ റീസണാണ് നോർക്കാക്കാർ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. ഞങ്ങളിങ്ങനെ ആൾക്കാർക്ക് പിന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതൊന്നും അവർ ചെയ്യുന്നില്ല. എനിക്കറിയില്ല എന്താണെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ അവർ ഓടിച്ചു വിട്ടു. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കണം, ചിന്തിക്കണം. നാട്ടിൽ വരുന്നവർ പിന്നെ നാട്ടിൽ തയ്യാറെടുപ്പോടുകൂടി വരണം. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ പെൻഷൻ സ്കീമിലൊക്കെ ചേർന്ന് ഇതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പെടുക്കും. അതുപോലെ തന്നെയാണ് ബാച്ചിലേഴ്സായിട്ടുള്ള ആൾക്കാർ അവരുടെ കുടുംബക്കാരോടും എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇത് മാക്സിമം ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.